സർവമായ കണ്ടു. എന്തായാലും അഖിൽ സത്യൻ, നിവിൻ പോളി കൂട്ടുകെട്ട് വർക്കായിട്ടുണ്ട്. നല്ലൊരു സ്മൂത്ത് സിനിമ. അതായത് നമ്മൾ നല്ലൊരു പ്രൊഡക്റ്റ് കാണുന്ന സമയത്ത് നമുക്ക് ടിക്കറ്റ് എടുത്ത് സിനിമ കണ്ട് പുറത്തിറങ്ങുന്ന സമയത്ത് ഒരു ഫുൾഫില്ലിംഗ് ഫീലിംഗ് വരില്ലേ, അതാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക. അതായത് നല്ലൊരു പ്രൊഡക്റ്റ്, അത്രേ പറയാനുള്ളൂ. അപ്പം അധികാരം പ്രകീർത്തിച്ച് കേൾക്കാത്ത ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ എഡിറ്റിംഗ്, രത്തിൻ രാധാകൃഷ്ണൻ നല്ല നമുക്ക് അങ്ങനെ കാണുകയാണെന്നോ അല്ലെങ്കിൽ തുന്നിച്ചേർത്ത പോലെ ഒരു സീൻ സ്ട്രക്ചറോ ഒന്നും മനസ്സിലാവില്ല. നല്ല ഫ്ലോയിൽ അങ്ങോട്ട് പോയിക്കോളും. അത് നല്ല റൈറ്റിങ്ങും നല്ല ഡയറക്ഷനും ആക്ടിങ്ങും ഒപ്പം ഈ സ്മൂത്ത് എഡിറ്റിങ്ങും കൂടി ചേരുമ്പോൾ കിട്ടുന്ന ഒരു ഗ്രേസ് ഉണ്ടല്ലോ ഒരു പ്രൊഡക്റ്റിന്. അപ്പൊ ഈ പറഞ്ഞ പോലെ നല്ല സ്മൂത്ത് ആയിട്ട് കംബാക്ക് ചെയ്തിട്ടുണ്ട് നിവിൻ പോളി. ആ പഴയ ഹ്യൂമർ ചെയ്യുമ്പോൾ പുള്ളിക്കുള്ള ആ ഒരു സ്കില്ലുണ്ടല്ലോ, ആ ഒരു ഗ്രേസ്, അത് കൃത്യം കിട്ടിയിട്ടുണ്ട് സാധനത്തിൽ. കുറച്ചും കൂടി നേരത്തെ കാണായിരുന്നു എന്ന് തോന്നുന്നു നമുക്ക് കണ്ടു കഴിയുമ്പോൾ. അതാണ് ഈ സ്ലോ പിക്കപ്പാണ്. ഇന്ന് ഞാൻ 1-ാം തീയതിയാണ് കണ്ടത്. ഹൗസ്ഫുള്ളായിരുന്നു, ബാംഗ്ലൂരായിരുന്നു ഷോ. അപ്പം വീക്കെൻഡ് വരുന്ന സമയത്ത് എന്തായാലും ഇനിയും കളക്ഷൻ കൂടാനേ സാധ്യതയുള്ളൂ. സോ മനസ്സ് നിറയ്ക്കുന്ന ഒരു സിനിമ. ഇനി ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. നമുക്ക് നഷ്ടമായി എന്ന് തോന്നില്ല. നല്ല ഒരു ഫുൾഫില്ലിംഗ് ഹാർട്ടോടുകൂടി നമുക്ക് പുറത്തേക്ക് ഇറങ്ങി വരാം. പിന്നെ കുറേ സംഭവങ്ങളുണ്ട്, അതിനെക്കുറിച്ചൊന്നും പ്രതിപാദിക്കുന്നില്ല. കാരണം അതെല്ലാം സിനിമ കണ്ടിട്ട് മനസ്സിലാക്കുന്നതാണ് അതിൻ്റെ ഒരു ഗുമ്മ. എല്ലാം കൊണ്ടും നല്ല എല്ലാ ഡിപ്പാർട്ട്മെന്റും ചേർന്നിട്ട് ഒരു ഹോൾസം, ഒരു പ്രൊഡക്റ്റിന് മൊത്തമായിട്ട് വരുന്ന ഒരു ഭംഗിയുണ്ടല്ലോ, അത് ഇതിന് വന്നിട്ടുണ്ട്. ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റില്ല. ഒരുമിച്ച് ആ ഒരു ഭംഗി കിട്ടിയിട്ടുണ്ട് ഈ സാധനത്തിന്. അത്രയേ ഉള്ളൂ. സർവമായ